അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. അതായത് നമ്മുടെ അനുമോളും നെവിനും തമ്മിൽ ഭയങ്കരമായ ഒരു വഴക്ക് നടക്കുന്ന പ്രൊമോ വന്നിരിക്കുന്നു. കച്ചറ പിള്ളേരാ, ഇത്രയും അലമ്പ് പിള്ളേരെ എന്റെ കരിയർ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് അനുമോള് ജിസേലിന്റെ ദേഹത്ത് ലിപ്സ്റ്റിക് തോണ്ടിയെടുക്കാൻ വേണ്ടി ചുണ്ടില് ഒരു ടിഷ്യൂ വെച്ച് തൊട്ടു. കൺസെന്റ് ഇല്ലാതെ തൊടുന്ന തെറ്റാണ്. അതിന് പകരം ജിസേൽ പിടിച്ചു നല്ലൊരു തള്ള് അനുമോളെ തള്ളുകയും ചെയ്തു. ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ഈ വിഷയത്തില് ഉടനെ തന്നെ നമ്മുടെ നെവിൻ പറയാണ്, അനുമോള് ഫിസിക്കൽ അസോൾട്ട് ചെയ്തു, അനുമോളെ പുറത്താക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യും. എനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാൻ തന്നെ ഞാൻ പറ്റില്ല. ഒന്നുകിൽ ഞാൻ ഇല്ലെങ്കിൽ അവൾ എന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നെവിൻ സ്വയം ചാവേറായെന്നോ ഇരിക്കുന്ന കൊമ്പ് മുറിച്ചു കളഞ്ഞെന്നോ പറയാം. ഇവൻ ഇവിടെ നിന്നാ പിന്നെ ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കാം. നിവിൻ എന്താണ് അല്പം മുൻപ് ക്യാമറയുടെ മുന്നിൽ വന്ന് പറഞ്ഞത്? ഞാൻ ഈ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്ത് പോയിക്കോളാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. സന്തോഷം. അത്ര നിർബന്ധമാണ്. ഞാൻ തരാം വണ്ടിക്കൂലി. വേഗം സ്ഥലം വിടും. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു? യെസ് ബിഗ് ബോസ്, ആ തീരുമാനത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. 10:30 അതാണ് തീരുമാനമെങ്കിൽ പുറത്തു പോകാനായി പ്രധാന വാതിൽ തുറന്നു തരുന്നത്. അയ്യോ, അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഞാൻ എന്തിനു വന്ന? വല്ലാത്ത ചതിയായി പോയി. അനുമോളെ പുറത്താക്കിയില്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഷോ ഇറക്കി സ്വയം നെവിൻ മണ്ടനായിട്ട് ആ പുറത്തു പോയിരിക്കുകയാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നെവിൻ അങ്ങനെ പോണോന്നുമില്ല. നെവിൻ വിചാരിച്ചു നെവിൻ പുറത്ത് ഭയങ്കര ഹിറ്റാണ്, അപ്പൊ ബിഗ് ബോസ് അങ്ങ് അനുവിനെ ഈ പേരും പറഞ്ഞ് പുറത്തിറക്കി വിടും. ആണത്തം കാണിക്കുന്നത് മണ്ടത്തരം കാണിച്ചിട്ടാണ്. അതായത് ജിസേല് പോലും പറയാത്ത ഡയലോഗ് അടിച്ച് ഓവർ ഷോ ഇറക്കി വെറുതെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുടിച്ചു എന്ന് തന്നെ പറയാം. അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി.